നമ്മുടെ മേഡം എന്നെ നല്ല രീതിയിൽ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പേര് സന്ധ്യ, കണ്ണൂർ പേരാവൂർ സ്വദേശിയാണ്. അപ്പോൾ ഒരു 2.5 വർഷമായിട്ട് ഫിജികാർട്ട് എന്ന ബിസിനസ് പാർട്ട് ടൈം ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഫുൾ ടൈമറിലേക്ക് മാറി നല്ല രീതിയിൽ ചെയ്തു പോകുന്നു. ഫാമിലി ആയിട്ട് തന്നെ ചെയ്തു പോകുന്നു. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നിങ്ങൾ എല്ലാവരും ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ കേൾക്കാൻ അല്ലേ? ഒരു ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഓരോ അവസരങ്ങൾ വരും അല്ലെ? ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷം ഓരോ അവസരങ്ങൾ നമ്മളിലേക്ക് എത്തും. അപ്പൊ അതിൽ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ബിസിനസ് അവസരത്തിന്റെ പ്ലാൻ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്നിവിടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത് അറിയാം. അപ്പൊ ഞാൻ അധികം വൈകിപ്പിക്കാതെ നമ്മുടെ കമ്പനിയുടെ പ്ലാൻ പ്രസന്റേഷനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ കമ്പനിയുടെ പേര് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ? ഫിജികാർട്ട്.com എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര് വരുന്നത്. അപ്പൊ വെൽക്കം ടു ദ ഡിജിറ്റൽ വേൾഡ്. നമുക്ക് കേട്ടിട്ടുണ്ട്, നമ്മളൊക്കെ എന്താ പറയാ, മനുഷ്യനുള്ള കാലങ്ങളോളം അല്ലെ, മനുഷ്യൻ ഉണ്ടായ കാലത്തോളം തൊട്ട് നമ്മൾ എന്താ പറയാ കച്ചവടങ്ങൾ അല്ലെ, കച്ചവടം ആദ്യമേ വാറ്റർ സമ്പ്രദായത്തിലായിരുന്നു. അതിനുശേഷം കൊടുക്കൽ വാങ്ങലുകളായി. അതിനുശേഷം നമ്മൾ നാണ്യങ്ങളൊക്കെ വന്നതിന് ശേഷം ക്യാഷ് ആയിട്ട് കൊടുത്തു സാധനങ്ങൾ വാങ്ങി. ഇങ്ങനെ 2 രീതിയിൽ കച്ചവടം ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് വന്നിട്ടുള്ളത് 2 തരത്തിലുള്ള കച്ചവടങ്ങളാണ്. ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും കച്ചവടം ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പം വെൽക്കം ടു ദ ഡിജിറ്റൽ വേൾഡ്. ഡിജിറ്റൽ വേൾഡ് എന്ന് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കും അല്ലെ? ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും വർക്ക് ചെയ്യാനും വരുമാനം മേടിക്കാനും പർച്ചേസ് ചെയ്യാനും പറ്റുന്ന ഒരു ഷോപ്പിംഗ് ആപ്പാണ് നമ്മുടെ ഫിജികാർട്ട്.com എന്നുള്ളത്. നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെ തന്നെ ഒരു ആപ്പാണ്. പക്ഷേ അതിന്റെ ചെയർമാൻ നമ്മുടെ ഒരു മലയാളിയാണെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ടെക്നോളജി ചേഞ്ചസ് അല്ലെ? നമ്മളിവിടെ 2-3 ചിത്രങ്ങൾ കാണുന്നുണ്ട്, 3-4 ചിത്രങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലാൻഡ് ലൈനിൽ നിന്ന് നമ്മളെല്ലാവരും സ്മാർട്ട് ഫോണിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രഡീഷണൽ മാർക്കറ്റിൽ നിന്ന് നമ്മളെല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ലാൻഡ് ലൈൻ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? വളരെ ചുരുക്കമായിട്ട് അല്ലെ? എല്ലാവരും സ്മാർട്ട് ഫോണിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ട്രഡീഷണൽ അല്ലെ, നമ്മളൊരു കടകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി നമ്മൾ തൃപ്തി അടഞ്ഞു വരികയാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഷോപ്പിംഗ് ലോകം വിരൽത്തുമ്പിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ആ ഷോപ്പിംഗ് ലോകം വിരൽത്തുമ്പിലേക്ക് മാറുന്നതോടൊപ്പം നമ്മുടെ ഷോപ്പിംഗ് ലോകം അതിവിശാലമായിട്ട് തന്നെ നമ്മുടെ മുന്നിൽ തുറന്നു നിൽക്കും. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചൂസ് ചെയ്യാനും പർച്ചേസ് ചെയ്യാനും പറ്റുന്നുണ്ട് എന്നതാണ്. അപ്പം ഇവിടെ ഒരു നമ്മുടെ അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയ പ്രൊഫസർ ലിയോൺ സിമിൻസിന്റെ ഒരു കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദ സ്ട്രോങ്സ്റ്റ് ഓർ ദ മോസ്റ്റ് ഇന്റലിജന്റ് who will survive but those who can best manage it. അതായത് വേറൊന്നുമല്ല, കാലഘട്ടത്തിനനുസരിച്ച് മാറി, ഒരുപാട് ബുദ്ധിയുള്ളവരോ ശക്തിയുള്ളവരോ ഒന്നുമല്ല, കാലഘട്ടത്തിനനുസരിച്ച് മാറി ചിന്തിക്കുന്നവരാണ് ലൈഫിൽ വിജയിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഇത് കൊടുത്തിരിക്കുന്നത്. വേൾഡ് ഫസ്റ്റ് ഡിജിറ്റൽ കമ്പനി വിത്ത് ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രീസ്. 4 മേഖല, ഇന്ന് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന 4 മേഖലകളെ ക്ലബ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്നത്. ഇ കൊമേഴ്സ്, റഫറൽ മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ്, അതുപോലെ ഹെൽത്ത് ആൻഡ് വെൽനസ്. നമുക്ക് ഒന്നാമത്തെ കാര്യം നോക്കാം, ഇ കൊമേഴ്സ് അല്ലെ? ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷനും ഇ കൊമേഴ്സിൽ പെടുന്നത് അല്ലെ? നമ്മളിപ്പോൾ എല്ലാവരും ഫോൺ പേ, ഗൂഗിൾ പേ, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നു, ഇന്റർനെറ്റ് സഹായത്തോട് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും വരുമാനം കൊണ്ടുവരുന്നത്, നമ്മുടെ സർക്കാരിലേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കൊണ്ടുവരുന്നതാണ് 2ാമത് കൊടുത്തിരിക്കുന്നത് റഫറൽ മാർക്കറ്റിംഗ്. അപ്പൊ ഏറ്റവും കൂടുതൽ വരുമാന സാധ്യത 160 സർവകലാശാല പാഠ്യ വിഷയമായിട്ട് തന്നെ എടുത്തിട്ടുള്ള ഒരു നമുക്ക് റെഫർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് റഫറൽ മാർക്കറ്റിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. അതുപോലെ 3ാമത്തത് ഡയറക്ട് സെല്ലിംഗ് അല്ലെ? ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ? മുമ്പേ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോ അതൊരു കോർപ്പറേറ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മളും അത് ചെയ്യാൻ തുടങ്ങി അല്ലെ? അമ്മമാര് ചെയ്യുന്നില്ല. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എന്താ കോഴിമുട്ട അല്ലെങ്കിൽ വാഴക്കൊലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരെ കർഷകന്റെ അടുത്തോ ഒരു കൃഷിക്കാരന്റെ അടുത്തോ പോയി നമ്മൾ നേരിട്ട് വാങ്ങി ഉപയോഗിക്കുന്നു. പക്ഷെ അതൊരു കടകളിൽ ചെല്ലുമ്പോൾ നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട് അല്ലെ? വലിയ വില കൊടുത്ത് നമ്മൾ വാങ്ങുന്നു, അവരുടെ ചാർജ് എടുത്തതിന് ശേഷമാണ് അവർ നമുക്ക് തരുന്നത്. നേരെ മറിച്ച് നമ്മൾ ഒരു കൃഷിക്കാരൻ്റെ അടുത്ത് നേരിട്ട് പോയി വരുമ്പോൾ വാങ്ങിക്കുമ്പോൾ നമുക്കതൊരു പരമാവധി വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുന്നു. അത് കോർപ്പറേറ്റ് ഏറ്റെടുത്തുകൊണ്ട് നമുക്കൊരു വരുമാനമായിട്ടില്ല അല്ലെ? വരുമാന ജോലി സാധ്യതയായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഹെൽത്ത് ആൻഡ് വെൽനസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇന്ന് സുഖം സൗഖ്യം എന്നൊക്കെയാണ് പറയുന്നത് അല്ലെ? നമ്മള് എന്താ പറയാ, ഹെൽത്ത് ഉണ്ടായാലേ നമുക്ക് വെൽത്ത് ഉണ്ടായിട്ട് കാര്യമുള്ളൂ അല്ലെ? അപ്പൊ ആ ഇതാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളെല്ലാവരും രോഗം വന്നതിന് ശേഷം ചികിത്സിക്കാൻ പോകുന്ന ആൾക്കാരാണ് അല്ലെ? രോഗം വരാതെ നമുക്ക് ശരീരത്തിന് വേണ്ടി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇതിനകത്തുണ്ട്. അപ്പൊ അതും റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയി ഈ 4 മേഖലയെ ക്ലബ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ
കൊമേഴ്സ് ഓൺലൈൻ റീറ്റെയിൽ റവന്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഇയർ റവന്യൂ 2009 കാലഘട്ടത്തിൽ ഒരു 390 കോടിയുടെ റവന്യൂ ആണ് ഉണ്ടായിരിക്കുന്നത്. 2016 3800 കോടിയുടെ റവന്യൂ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 2026 ആകുമ്പോഴത്തേക്കും 20,000 കോടിയുടെ റവന്യൂ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ 2009 കാലഘട്ടത്തില് ഒരു 390 കോടിയുടെ റവന്യൂ ആണ് ഈ ഒരു ഇ കൊമേഴ്സ് രംഗത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ നിലവിലില്ലായിരുന്നു. അപ്പം അതിനുശേഷം 2016 ഒരു 10 ഇരട്ടിയോളം വർദ്ധനോട് 3800 കോടിയുടെ റവന്യൂ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കയ്യിൽ സ്മാർട്ട് ഫോൺ നിലവിൽ വന്നു. അതുകൂടെ വ്യാപാരം ചെയ്യാനും പർച്ചേസ് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിച്ചതുകൊണ്ട് ഒരു വരുമാന മാർഗമായിട്ട് അത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു 10 ഇരട്ടിയോളം വർദ്ധനയുണ്ട്. 26 ആകുമ്പോഴത്തേക്ക് 20,000 കോടിയുടെ റവന്യൂ ആണ് പ്രതീക്ഷിക്കുന്നത്. സക്സസ്ഫുൾ ആയ ഇ കൊമേഴ്സ് രംഗത്ത് സക്സസ്ഫുൾ ആയ ബിസിനസ് മോഡലാണ് അവിടെ കാണുന്നത്. ഫേസ്ബുക്ക്, ആമസോൺ, പേപ്പാൽ, ഊബർ, അതുപോലെ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ സക്സസ്ഫുൾ ആയ ബിസിനസ് മോഡൽസിനെ അവിടെ കാണാൻ പറ്റും. അതുപോലെ കയറി വരുന്ന ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് Fijicart.com എന്നത്. ഡയറക്ട് സെല്ലിംഗിന്റെ ഒരു ബൂമിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ടേൺ ഓവർ എറൗണ്ട് ദ വേൾഡ്. അപ്പൊ അവിടെ കൺട്രി, പോപ്പുലേഷൻ, ടേൺ ഓവർ ആണ് കൊടുത്തിരിക്കുന്നത്. US പോലൊരു കൺട്രിയിൽ 32 കോടി ജനങ്ങളുണ്ട്. ഒരു 3,37,810 കോടിയുടെ ടേൺ ഓവർ ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചൈനയിൽ 141 കോടി ജനങ്ങളുണ്ട്. അപ്പൊ അവിടെ തന്നെ 1,31,787 കോടിയുടെ റവന്യൂ ഉണ്ട്. അങ്ങനെ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കാണുന്നുണ്ടല്ലോ. അവിടെ ഇന്ത്യയിൽ ഏകദേശം എന്താ പറയാ 140 കോടി ജനങ്ങളുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 19,000 കോടിയുടെ ടേൺ ഓവർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ത്യ ഈസ് എ സ്ലീപ്പിംഗ് ജയന്റ്. വലിയ പോപ്പുലേഷൻ ഉള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനിയുള്ള കാലഘട്ടം, ഇനി വരുന്ന യുവാക്കളാണെങ്കിലും മറ്റുള്ളവരൊക്കെ ഈ ഒരു മേഖലയിലേക്ക് തിരിയാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ ഒരു കണക്ക്. അപ്പൊ അതുപോലെ തന്നെ ഇന്ത്യ ഈസ് എ സ്ലീപ്പിംഗ് ജയന്റ്. എസ്റ്റിമേറ്റ് ടു അച്ചീവ് 64,500 കോടിയുടെ 2025 ആകുമ്പോഴത്തേക്ക് ഒരു ഹ്യൂജ് പൊട്ടൻഷ്യലാണ് ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 58 ലക്ഷത്തിലധികം ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോ അതിൽ 53% ആൾക്കാരും ലേഡീസ് ആണെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഒരു നേരത്തെ പറഞ്ഞ റഫറൽ മാർക്കറ്റിംഗ് 160 സർവകലാശാലയിൽ പാഠ്യ വിഷയമായിട്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അണ്ണാ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, ഹവാർഡ് ബിസിനസ് സ്കൂൾ തുടങ്ങിയ യൂണിവേഴ്സിറ്റിയുടെ പേരും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കമ്പനിയുടെ ലീഗാലിറ്റിനെ സൂചിപ്പിക്കുന്നതാണിത്. ലീഗാലിറ്റി നമ്മുടെ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് സ്റ്റേറ്റിലും വർക്ക് ചെയ്യാനുള്ള ഗൈഡ്ലൈൻസും കാര്യങ്ങളാണ് നമ്മുടെ ലീഗാലിറ്റി തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ, അതുപോലെ കേരള ഗവൺമെന്റിന്റെ, അതുപോലെ സ്റ്റേറ്റ് ഗൈഡ്ലൈൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ലീഗാലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അനിയന്ത്രിതവും സുതാര്യവും അല്ലാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് MLM കമ്പനികൾ മുൻപ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ 2016 കേന്ദ്ര സർക്കാർ സെപ്റ്റംബറിൽ ഒരു മോണിറ്ററിംഗ് സംവിധാനം രൂപം കൊണ്ടു. അതുപോലെ 2018 കേരള സർക്കാർ ഒരു മോണിറ്ററിംഗ് സംവിധാനം നിലവിൽ വന്നു. അതിന് നമ്മുടെ കേരള മന്ത്രി ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം IAS IPS ഉദ്യോഗസ്ഥരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നത് അല്ലെ, ഗുജറാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സ് ആൻഡ് ഫിനാൻസ് എന്ന് പറഞ്ഞ ഗിഫ്റ്റ് എന്ന രീതിയിൽ ഒരു മോണിറ്ററിംഗ് സംവിധാനമുണ്ട്. അതിന്റെ കീഴിലാണ് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത്. 5 ട്രേഡ് യൂണിയന്റെ സപ്പോർട്ട് കൂടിയാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ കമ്പനി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്ത സമയത്തുള്ള ഒരു പത്രക്കട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അന്നത്തെ പ്രധാന പത്രങ്ങളിൽ വന്ന പത്രക്കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യൻ എക്സ്പ്രസ് തൊട്ട് നമ്മുടെ മാതൃഭൂമി, ദേശാഭിമാനി, കേരള കൗമുദി, മലയാള മനോരമ എന്നുള്ള പത്രങ്ങളിൽ പ്രമുഖ വാർത്തയായിട്ട് ഫ്രണ്ട് പേജിൽ തന്നെ വാർത്തയായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ലോഞ്ചിങ് സമയത്ത് ഒരു ഫോട്ടോഗ്രാഫാണിത്. ഒഫീഷ്യൽ പ്രോഗ്രാം ഇൻ ദുബായ്. അപ്പൊ ഇതിലൊരു ന്യൂട്രി ഫുഡിന്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ അത്ലറ്റിക്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതില് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ദുബായിൽ നടന്ന ഒരു പ്രോഗ്രാമിന്റെ ഫോട്ടോഗ്രാഫാണ്. ഗസ്റ്റ് ആയിട്ട് വന്നത് ടെന്നീസ് താരം സാനിയ മിർസയാണ്. ഫിജിക്കാർട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സമയത്തുള്ള ഒരു ഫോട്ടോഗ്രാഫാണ് സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ ഇതിൽ നമ്മുടെ അന്നത്തെ ഭക്ഷ്യമന്ത്രി തിലോത്തമ സാറാണ് ഇനാഗുറേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ചീഫ് ഗസ്റ്റ് തെലുങ്ക് താരം കമല പാട്ടി ആയിരുന്നു ചീഫ് ഗസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്.
ഓക്കെ, അപ്പൊ നമ്മുടെ ലീഡിംഗ് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായിട്ട് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. ടെറിട്ടറി എക്സ്പാൻഷൻ രീതിയിൽ USA, മലേഷ്യ, സിംഗപ്പൂർ രാഷ്ട്രങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. അപ്പൊ നമ്മുടെ കമ്പനിയെ പരിചയപ്പെട്ടു, അതിലെ കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടു, എന്തിനാണോ ഉള്ളതെന്ന് പരിചയപ്പെട്ടു. പക്ഷെ നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ അല്ലെ, നമ്മുടെ മാനേജ്മെന്റ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. അല്ലെ, നമുക്കറിയാം ഒരു ഡൈനാമിക് പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബോച്ചയ്ക്ക് അറിയാത്ത കൊച്ചു കുട്ടികൾക്ക് പോലും സുപരിചിതനാണ് നമ്മുടെ ചെയർമാൻ. ഒരുപാട് ബിസിനസ് സംരംഭങ്ങളുടെ ഉടമ കൂടിയാണ് നമ്മുടെ ചെയർമാൻ. അപ്പൊ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരുമൊന്നും വേണ്ട. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഒരുപാട് നമ്മുടെ ജ്വല്ലറി ഔട്ട്ലെറ്റ്സ്, നിധി പ്രൈവറ്റ് ലിമിറ്റ്സ്, അങ്ങനെ ഒരുപാട്